അപ്പൊ വെൽക്കം ടു ടീം ലാംഡ. ഇന്ന് നമ്മള് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതായത് 2023 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് സി ആണ് നോക്കുന്നത്. അപ്പൊ എന്താ ഫസ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എന്താ? സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ബൈ യൂസിങ് ക്രേമേഴ്സ് റൂൾ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഈ സിസ്റ്റത്തിനെ എക്സ് ഈക്വൽ ടു ബി ഫോർമാറ്റിലാക്കി കൂടെ. എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ ആദ്യം എക്സിന്റെ കോഎഫിഷ്യന്റ് 1, വൈൻ്റെത് 1, സെഡിൻ്റെത് 1 അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് 1 1 1 അല്ലെ ആദ്യത്തെ റോ എന്ന് പറയുന്നത്. പിന്നെ എന്താ 2 3 1 അല്ലെ. 2 3 1. അടുത്തത് 1 -1 -1 1 -1 -1 ഇതാണ് നമ്മളുടെ എ ആയിട്ട് വരാൻ പോകുന്നത്. അടുത്തത് എക്സിന് പകരം നമ്മൾ എഴുതുന്നത് എക്സ് വൈ സെഡ്. അതേപോലെ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ആരൊക്കെയാ? ഇവിടെ ആരാ? 3 പിന്നെ 6 പിന്നെ -3. അപ്പൊ 3 6 -3 ഇതാണ് നമ്മളുടെ എ എക്സ് ഈക്വൽ ടു ഫോർമാറ്റ്. എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ഇത് എഴുതാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 1 2 3 1 1 -1 -1 ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ്. നമുക്കൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇൻറ്റു, ഞാൻ ഫസ്റ്റ് റോ ഉപയോഗിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1 ഇൻറ്റു ഈ നമ്പറിന്റെ റോയും കോളം എന്ന് പറയുമ്പോൾ ഈ ആളും അല്ലെ, അതൊഴിച്ച് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ്. അപ്പൊ 3 ഇൻറ്റു -1 -3 -1 ഇൻറ്റു -1 എത്രയാ? -1. അതേപോലെ -1 ഇൻറ്റു രണ്ടാമത്തെ കേട്ടാ, രണ്ടാമത്തെ ഈ 1 ആണ്. അതിന്റെ റോയും കോളം കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? -2 -1. അടുത്തത് ലാസ്റ്റത്തെ +1 ഇൻറ്റു -2 -3. ശരിയായില്ലേ? ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഇവിടെ എന്ന് പറയുമ്പോ -3 +1 ആയി മാറിയില്ലേ എന്ന് പറഞ്ഞാൽ അത് -2 അല്ലേ. അടുത്തത് ഇവിടെയോ ഇത് -2 -1. അപ്പൊ -3 പുറത്ത് കിടക്കുന്ന നെഗറ്റീവ് കൂടി ചേർന്നത് +3 ആയി മാറുന്നു. അതേപോലെ നമുക്ക് -3 -2 എന്താ? അത് -5 അല്ലെ. അപ്പൊ -5 ഇപ്പൊ എത്ര ആയില്ലേ? ഇത് എന്ന് പറയുന്നത് എന്താ വരാൻ പോണത്? 3ന്ന് 2 പോയി കഴിഞ്ഞാൽ എത്രയാ? 3ന്ന് 2 പോയി കഴിഞ്ഞാൽ 1 അല്ലെ. അപ്പൊ 1 -5 അല്ലെ എന്ന് പറഞ്ഞാൽ അത് -4 അല്ലേ. അപ്പൊ നമുക്ക് ഡെൽറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് -4 കിട്ടി. അതേപോലെ ഡെൽറ്റ1 ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? കോളം 1ന് എടുത്ത് കളയാ. അതിന് പകരം നമ്മളുടെ 3 6 -3 പിന്നെ ബാക്കി അതൊക്കെ തന്നെ, അതിന് മാറ്റൊന്നും വരുത്തരുത്. 1 1 -1. അപ്പൊ ആ കോളം 1 മാത്രം മാറ്റുക. എന്നിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യട്ടെ. നമ്മളിവിടെ തൊട്ട് മുന്നേ എങ്ങനെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്തോ അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ചെയ്തു വരുമ്പോ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ അല്ലേ? ഇനി അതല്ല എങ്കിൽ ഇങ്ങനെ ആക്കി നോക്കിയേ. ആദ്യത്തെ റോ നോക്കിയേ 3 1 1 അല്ലെ. അല്ലെ ശരിയല്ലേ? അതിൽ ലാസ്റ്റത്തെ റോ നോക്കി, ഫസ്റ്റത്തെ റോയിന്റെ നെഗറ്റീവ് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുണ്ട് ഒരു കാര്യം കൂടിയുണ്ട്. ഏതെങ്കിലും ഒന്നിങ്ങനെയാണ്, ഏതെങ്കിലും ഒരു റോ ഫുൾ ആയിട്ട് 0 ആണെങ്കിൽ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. പിന്നെ ഒരെണ്ണം പറയുന്നത് ഇങ്ങനെയാ, ഏതെങ്കിലും 2 റോകൾ സെയിം ആണെങ്കിൽ അപ്പോഴും ഡിറ്റർമിനന്റ് 0. പിന്നെ ഒരെണ്ണം പറയുന്നത് ഏതെങ്കിലും ഒരു റോയിന്റെ സം മൾട്ടിപ്പിൾ ആണ് പിന്നത്തെ റോ എന്നുണ്ടെങ്കിൽ. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് റോയിന്റെ കൂടെ ഇൻറ്റു -1 ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ റോ കിട്ടില്ലേ. അങ്ങനെ വരുമ്പോഴും ഡിറ്റർമിനന്റ് 0 ആണ്. അപ്പൊ ഡെൽറ്റ1 നമുക്ക് എന്താന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി. സിമിലർലി ഡെൽറ്റ2 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ കോളത്തിന് അങ്ങനെ തന്നെ എടുത്താ സാധാ നമ്മുടെ ചോദ്യത്തിലുണ്ടായ എയുടെ തന്നെ എഴുതാം. അപ്പൊ ആർക്ക് പകരം മാറ്റേണ്ട? ഡെൽറ്റ2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കോളത്തിന് പകരം, അതായത് 3 6 -3 കാണിക്കുക. അതേപോലെ ലാസ്റ്റത്തെ റോ 1 1 -1 അതിന് മാറ്റമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതും നമ്മൾ ഡിറ്റർമിനന്റ് പോലെ കാൽക്കുലേറ്റ് ചെയ്യൂ. ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് കഴിഞ്ഞാൽ ഡെൽറ്റ2 എന്ന് പറയുന്നത് നമുക്ക് -6 കിട്ടും. ഈ ചെയ്ത പോലെ തന്നെ ആയിട്ട് ഞാൻ വീണ്ടും ചെയ്യാത്ത. അടുത്തത് ഡെൽറ്റ3 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഡെൽറ്റ3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിറ്റർമിനന്റ് ഓഫ് ഏത് കോളാ മാറ്റേണ്ട? തേർഡ് കോൾ അല്ലെ. അപ്പൊ 1 2 1 അതുപോലെ തന്നെ എഴുതാ. 1 3 -1 അതുപോലെ തന്നെ എഴുതാ. ലാസ്റ്റത്തെ കോളത്തിന് പകരം 3 6 -3 കാണിക്കുക എന്ന് പറഞ്ഞ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യൂ. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? അതിന്റെ ഡെൽറ്റ3 എന്ന് പറയുന്നതും നമുക്ക് -6 തന്നെ കിട്ടും. അപ്പൊ അവിടെ നിന്ന് എക്സും വൈയും സെഡും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല നമുക്ക്. എന്താ? എക്സ് എന്ന് പറയുന്നത് Δ1/Δ ആണ്. ഇവിടെ Δ1 നമുക്ക് എത്ര കിട്ടിയത്? 0 അല്ലെ. 0 കിട്ടി. ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്ക് ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആയിരുന്നു, അത് നമുക്ക് -4 ആയിരുന്നു കേട്ടോ. അപ്പൊ 0 ഡിവൈഡഡ് ബൈ -4 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പൊ എക്സിന്റെ വാല്യൂ 0 കിട്ടി. ഇനി y ഈസ് ഈക്വൽ ടു Δ2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ അല്ലേ. അതിൽ Δ2 എന്ന് പറയുന്നത് എത്രയാ? -6. ഡെൽറ്റ എന്ന് പറയുന്നത് -4. നെഗറ്റീവ് കട്ട് ചെയ്യൂ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. അപ്പൊ എന്താ? 3 ഡിവൈഡഡ്
2 കിട്ടി. അതേപോലെ തന്നെ സെഡ് ഈക്വൽ ടു എന്താ ഡെൽറ്റ 3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ശരിയല്ലേ? ഡെൽറ്റ 3 എത്ര കിട്ടി നമുക്ക്? -6 തന്നെ കിട്ടിയേക്കണേ. ഡെൽറ്റ നമുക്ക് എത്രയാണ്? -4 ആണ്. സെയിം ആൻസർ അല്ലെ? 3/2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x ഈക്വൽ ടു 0 കിട്ടി, y ഈക്വൽ ടു 3/2 കിട്ടി, ആൻഡ് z ഈസ് ഓൾസോ ഈക്വൽ ടു 3/2. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം യൂസിങ് ഇൻവേഴ്സിന്റെ മെത്തേഡ് ആണ് അല്ലെ? അപ്പൊ ഇൻവേഴ്സിന്റെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഏതായിരുന്നു നമുക്ക് ഇക്വേഷൻ ഉണ്ടായിരുന്നത്? നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ax ഈക്വൽ ടു b എഴുതാം. അവിടെ നിന്ന് x ആണ് കണ്ടുപിടിക്കേണ്ടത്. x ഈക്വൽ ടു a ഇൻവേഴ്സ് b. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ആദ്യം നമുക്ക് ഇതിനെ x ഈക്വൽ ടു b ഫോർമാറ്റിൽ എഴുതി കൂടെ? നോക്കി, ഇതല്ലേ എന്റെ ഫസ്റ്റത്തെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 ഉണ്ട്, പിന്നെ -1 ഉണ്ട്. അടുത്തതിലോ 4 ഉണ്ട്, 2 ഉണ്ട്. ശരിയല്ലേ? ഈ സംഭവം ഉണ്ട്. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ എക്സും വൈയും ഉണ്ട്. ഈക്വൽ ടു നമ്മുടെ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ആരാ? 3 വരും, -1 വരും അല്ലെ? ഇതാണ് നമ്മുടെ എ എക്സ് ഈക്വൽ ടു ബി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം അല്ലെ? എ ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എന്താ? എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. അപ്പൊ അതൊക്കെ വേണമല്ലോ നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊന്ന് ഡിറ്റർമിനന്റ് നോക്കി നോക്കാം. എന്റെ ഡിറ്റർമിനന്റ് എന്താ വരാ? 5 × 2 10 മൈനസ് 4 × -4. ഇപ്പൊ നോക്കിയേ, 10 + 4 14 അല്ലേ അത്? അപ്പൊ ഡിറ്റർമിനന്റ് കിട്ടിയില്ലേ? ഇനി നമുക്ക് അഡ്ജോയിന്റ് കണ്ടുപിടിക്കാം. അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു അല്ലെ? 2/2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് കണ്ടുപിടിക്കുക. ഈ 5 2 എന്നുള്ളത് അവര് രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ടും എന്ത് ചെയ്യുക? എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മറ്റേ 2 കോർണറിലുള്ള ആൾക്കാരെ ചിഹ്നം മാറ്റാം. അപ്പൊ അവിടെ -1 അല്ലേ? അപ്പൊ പോസിറ്റീവ് 1 കൊടുക്കുക. ഇനി 4 പോസിറ്റീവ് ആയിരുന്നല്ലോ എയുടെ. അപ്പൊ ഇവിടെ വരുമ്പോ അഡ്ജോയിന്റിലേക്ക് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ -4 ആക്കുക. ഇത്രയുള്ള പരിപാടി. അപ്പൊ നമുക്ക് അത് കിട്ടിയില്ല. അപ്പൊ അഡ്ജോയിന്റ് കിട്ടിയില്ലേ? ഇനി നമുക്ക് എക്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് നോക്കിയേ, അഡ്ജോയിന്റ് ബൈ ഡിറ്റർമിനന്റ് അല്ലേ? എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് 1/14 ഇൻറ്റു അഡ്ജോയിന്റ് 2 1 -4 5. ഇപ്പൊ നോക്കിയേ, എ ഇൻവേഴ്സ് ആയില്ല ഇത്. അതായത് അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ എന്നുള്ളത് ആ ബൈനെ ഞാൻ 1/14 ആക്കി പുറത്തെഴുതി. ഇനി ബി എന്തായിരുന്നു? 3ഉം -1ഉം ആയിരുന്നു അല്ലെ? ഓക്കെ അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ എന്താ? 1/14 ഞാൻ അതുപോലെ തന്നെ എഴുതിയെടുത്തു. അതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കണില്ല കേട്ടോ. ഇനി ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യൂ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? ഈ റോയും ഈ കോളവും അല്ലെ? 3 × 2 6 -1. അടുത്തതോ -12 -5. ശരിയല്ലേ? ഇതും നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 1/14 ഇൻറ്റു 6ൽ നിന്ന് 1 പോയാൽ എത്രയാ? 6ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ അത് 5 ആണ്. ഇനി -12 -5 എത്ര കിട്ടി നമുക്ക്? -17 കിട്ടും അല്ലെ? അപ്പൊ ഇതിനെ നമുക്ക് എക്സും വൈയും ഒക്കെ എഴുതേണ്ടി വരുന്നത് കൊണ്ട് ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതാണ്, 5/14 എന്നും അതേപോലെ -17/14 എന്ന് എഴുതുന്നു. അപ്പൊ അതില് ഇത് ഈക്വൽ ടു എക്സ് വൈ എന്ന് പറഞ്ഞ മെട്രിക്സ് അല്ലേ? എന്ന് പറഞ്ഞ കമ്പയർ ചെയ്തിട്ട് പറയൂ. എക്സ് എന്ന് പറയുന്നത് 5/14 കിട്ടും. അതേപോലെ വൈ എന്ന് പറയുന്നത് -17/14 കിട്ടും. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എ ബി സി ആർ 3 പോയിന്റ്സ് ഹൂസ് പൊസിഷൻ വെക്ടേഴ്സ് ആർ ഗിവൺ ബൈ. അപ്പൊ എ ബി സി നമുക്ക് എ ബി കണ്ടുപിടിക്കണം, എ സി കണ്ടുപിടിക്കണം, പിന്നെ എ ബി ക്രോസ് എ സി ചെയ്യണം. എ ബി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? എ ബി എന്ന് പറയുമ്പോൾ ബിയിൽ നിന്ന് എ മൈനസ് ചെയ്യണം. ശരിയല്ലേ? ബിയിൽ നിന്ന് എ മൈനസ് ചെയ്യുമ്പോൾ നോക്കി, ഇവിടെ 2 അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 മൈനസ് അപ്പുറത്ത് 1 ആണ്. 2 - 1 ഐ ക്യാപ്പ്. അതേപോലെ അടുത്ത ആളാരാ? -1 അല്ലേ? ജെയിന്റെ വരുമ്പോ പ്ലസ് എന്താ ചെയ്തു? -1. ജെയിന്റെ ആള് -1. അതുപോലെ എന്റെ ജെ ആരാ? 3 അല്ലെ? അപ്പൊ -3 ജെ ക്യാപ്പ്. കെ ആരാ? സോറി, ബിന്റെ കെ ആരാ? 1 അല്ലെ? അപ്പൊ ബിന്റെ കെ 1 ആണ്. പിന്നെ അടുത്ത എന്താ വരുന്നത്? 1 മൈനസ് എയിൻ്റെത് 2 ആണ് അല്ലെ? 1 - 2 കെ ക്യാപ്പ്. ശരിയല്ലേ? ഇതങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സോൾവ് ചെയ്തെടുത്താലോ? 2 - 1 എത്ര വരുന്നത്? 2 - 1 1 ആണ്. അതുകൊണ്ട് ഐ ക്യാപ്പ്. പിന്നെ -1 -3 അപ്പൊ എന്താ? -4 ജെ ക്യാപ്പ്. 1 - 2 -1. അപ്പൊ എനിക്ക് അതിന് മൈനസ് കെ ക്യാപ്പ് എഴുതാം. അപ്പൊ എനിക്ക് എ ബി വെക്ടർ എന്ന് പറയുന്നത് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇപ്പൊ ഐ ക്യാപ്പ് -4 ജെ ക്യാപ്പ് -കെ ക്യാപ്പ് കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് എ സി വെക്ടർ കണ്ടുപിടിച്ചൂടെ? എ സി വെക്ടർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? സിയിൽ നിന്ന് എ മൈനസ് ചെയ്യാം അല്ലെ? സിയിൽ നിന്ന് നമ്മൾ എ മൈനസ് ചെയ്യൂ. സിയില് ഐന്റെ പാർട്ട് ഏതാ? 2 തന്നെയാണ് അല്ലെ? അപ്പൊ എയിൻ്റെതോ 1. അപ്പൊ 2 - 1 ഐ ക്യാപ്പ്. അതേപോലെ സിന്റെ ബി പാർട്ട് എന്താ? -3. അപ്പൊ -3 മൈനസ് അപ്പുറത്തതോ സിന്റെ -3 - 3 ജെ ക്യാപ്പ് പ്ലസ്.
ഇനി അടുത്തത് ലാസ്റ്റത്തെ സിന്റെ ലാസ്റ്റത്തെ ആളാരാ 4, എന്റെ ലാസ്റ്റത്തെ ആള് 2. അപ്പൊ 4 - 2 കെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അത് എന്താ, 2ന്ന് 1 പോയി കഴിഞ്ഞാല് നമുക്ക് ഐ ക്യാപ്പ് കിട്ടും. അതേപോലെ -3 -6 ജെ ക്യാപ്പ്, 4ന്ന് 2 പോയി കഴിഞ്ഞാൽ അത് 2 കെ ക്യാപ്പ്. ഇവര് തമ്മിൽ ക്രോസ് ചെയ്യാനല്ലേ പറഞ്ഞേക്കണേ. ദാറ്റ് ഈസ് എ ബി ക്രോസ് എ സി എന്നല്ലേ പറഞ്ഞേക്കണേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറസ്പോണ്ടിങ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ഐയും ജെയും കെ എഴുതുക. ഇനി എ ബി ക്രോസ് എ സി പറഞ്ഞേക്കണം. അപ്പൊ എ ബിയുടെ ആളെ വേണം നമ്മൾ ആദ്യം എഴുതാനായിട്ട്. എന്നിട്ട് പിന്നീടാണ് നമ്മൾ എന്ത് എ സിയുടെ കോഎഫിഷ്യന്റിനെ ഇവിടെ നമ്മൾ പെറുക്കി എഴുതാം. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാലോ. അത് എന്തെന്നാ വരാ, ഐ ഇൻറ്റു -8 - 6, അതേപോലെ -j ഇൻറ്റു 2 + 1, പിന്നെ പ്ലസ് കെ ഇൻറ്റു എന്ത് വരും -6 + 4. നോക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോഴേ -6 -4 അങ്ങനെയാണ് ഞാൻ അവിടെ +4 എഴുതി വെച്ചേക്കണേ കേട്ടാ. ഓക്കെ, അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാൻ മതിയല്ലോ. 8 6 14 അല്ലേ. അപ്പൊ എന്ന് പറഞ്ഞാൽ -14 ഐ ക്യാപ്പ്, പിന്നെ 2 1 3 ആണ് അല്ലെ. പിന്നെ അവിടെ നെഗറ്റീവ് എടുക്കണ്ട. അപ്പൊ -3 ജെ ക്യാപ്പ്. അടുത്തത് വലുതിന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇട്. 6ന്ന് 4 കുറച്ച 2 ആണ്, വലുതിന്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പൊ -2 കെ ക്യാപ്പ്. ഇതാണ് നമ്മളുടെ എ ബി ക്രോസ് എ സി എന്ന് പറയുന്നത്. ക്വസ്റ്റിലേക്ക് പോയാലോ. എന്താ പറഞ്ഞ അതിന്റെ തന്നെ ബി പാർട്ട് അല്ലേ. ഫൈൻഡ് ദ വർക്ക് ഡൺ ഓഫ് ദ മൂവിംഗ് ഒബ്ജക്റ്റ് വെക്ടർ. ഇതാണ് നമുക്ക് ഓൾറെഡി തന്നേക്കാം. അതിന്റെ ഫോഴ്സ് അപ്ലൈഡ് ഈസ് ഇത്. അപ്പൊ ഫോഴ്സ് തന്നിട്ടുണ്ട്, അതേപോലെ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഡയറക്റ്റ് തന്നേക്കാം. അത് കാരണം കൊണ്ട് നമ്മളിനി കണ്ടുപിടിക്കാനായിട്ട് വേറെ ഒന്നും നിൽക്കണ്ട. മറ്റേത് നമുക്ക് 2 എണ്ണം ഉണ്ടായിരുന്നു. അതായത് ഇനീഷ്യൽ പോയിന്റ് ഉണ്ടായിരുന്നു, ഫൈനൽ പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ആ DR കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ R കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈനലിൽ നിന്ന് ഇനീഷ്യൽ മൈനസ് ഒക്കെ ചെയ്താൽ കണ്ടുപിടിച്ചിരുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോ നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എന്താ എഫും അതേപോലെ തന്നെ ഈ പറഞ്ഞ എഫ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 5 ഐ ക്യാപ്പ് പ്ലസ് 4 ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ് തന്നിട്ടുണ്ട് അല്ലെ. അതേപോലെ നമ്മുടെ എ ബി വെക്ടർ, അതായത് ആ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത് തന്നിട്ട് 3 ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ് മൈനസ് 5 കെ ക്യാപ്പ് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഫ് ഡോട്ട് എ ബി കണ്ടുപിടിച്ചാൽ അത് വർക്ക് ഡൺ ആയില്ലേ. സോ വർക്ക് ഡൺ ഈക്വൽ ടു എഫ് ഡോട്ട് എ ബി എന്ന് പറഞ്ഞാൽ 15 പ്ലസ് 8 -5 ശരിയല്ലേ. 15ന്ന് 5 പോയി കഴിഞ്ഞാൽ 10 അല്ലേ. 10 8 18 യൂണിറ്റ്. അങ്ങനെ നമുക്ക് വർക്ക് ഡൺ കിട്ടി. പോയാലോ. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഏതായിരുന്നു പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി? അതായത് എ എന്ന് പറഞ്ഞൊരു വെക്ടർ തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞ വെക്ടർ തന്നിട്ടുണ്ട്. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ എന്ന് പറയുന്നത് അത് എ ക്രോസ് ബി ആണ്. അത് മറക്കരുത് കേട്ടാ. എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് എ ക്രോസ് ബി. അത് പക്ഷെ യൂണിറ്റ് വെക്ടർ ആണ് നിർബന്ധമില്ല. നമുക്ക് ഇവിടെ പക്ഷെ എന്ത് വേണം, ആ കിട്ടുന്ന വെക്ടർ എന്തും കൂടി ആയിരിക്കണം, യൂണിറ്റ് വെക്ടറും കൂടി ആയിരിക്കണം അല്ലെ. അപ്പൊ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണല്ലേ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് പെർപെൻഡിക്കുലർ വെക്ടർ കണ്ടുപിടിക്കൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ വെക്ടർ ക്രോസ് ബി വെക്ടർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ ആദ്യം തന്നെ നമ്മള്. അപ്പൊ എന്താ കിട്ടാൻ പോണേ, ഐയും ജെയും കെ ഏതാ, എ ക്രോസ് ബി അല്ലേ പറഞ്ഞേക്കണം. അപ്പൊ എന്റെ ആൾക്കാരെ വേണം നമ്മൾ ആദ്യം എഴുതാനായിട്ട്. എന്ന് പറഞ്ഞാൽ 2 2 1. അതേപോലെ പിന്നെയാണ് ബിന്റെ ആളേതാ, ആൾക്കാർ കോഎഫിഷ്യന്റ് ഏതാ, 6 - 3 2 ഏതാ. ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് അറിയാലോ. ഐ ഇൻറ്റു എന്താ വരാ 4 2 × 2 4 4 - -3 എന്ന് വെച്ചാൽ 4 + 3, പിന്നെ -j ഇൻറ്റു 4 - 6, അതേപോലെ തന്നെ പ്ലസ് കെ ഇൻറ്റു എന്ത് വരും -6 -12 വരും. അപ്പൊ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് എടുത്തൂടെ. ഇത് എത്രയാ, 4 3 7 ഐ ക്യാപ്പ്. ഇനി 4ന്ന് 6 പോയ എത്രയാ, -2 അല്ലേ. അപ്പൊ ഈ നെഗറ്റീവ് കൂടി ജോയിൻ ചെയ്ത പ്ലസ് 2 ജെ ക്യാപ്പ്. അടുത്തത് 6ഉം 12 കൂടി കൂട്ടു 18 അല്ലേ കിട്ടുന്നത്. നെഗറ്റീവ് വരുമ്പോ എന്താ വരാ, -18 കെ ക്യാപ്പ്. ഇത് നമുക്ക് യൂണിറ്റ് വെക്ടർ ആയിട്ടില്ല കേട്ടാ. യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ എന്ത് വെക്ടർ ആയിക്കോട്ടെ, അതിനെ യൂണിറ്റ് വെക്ടർ എങ്ങനെ ആക്കാൻ നമ്മൾ അതിന്റെ മോഡുലസ് വെച്ച് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യില്ലേ. അപ്പൊ ഇവിടത്തെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എങ്ങനെയാ വരിക, എ വെക്ടർ ക്രോസ് ബി വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ ക്രോസ് ബി വെക്ടർ. ശരിയല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 7 ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ് മൈനസ് 18 കെ ക്യാപ്പ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇവരുടെ മോഡുലസ് എന്ന് പറയുമ്പോൾ 7 7 49
2 × 2 2ന്റെ സ്ക്വയർ 4. അതേപോലെ 18ന്റെ സ്ക്വയർ അല്ല വരുന്നത്. 18ന്റെ സ്ക്വയർ എത്രയാ? 324 കേട്ടോ. 18 × 18 324 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് ഭംഗിയാക്കി എടുക്കുമ്പോ എങ്ങനെയാ? 7i പ്ലസ് 2j മൈനസ് 18k ഡിവൈഡഡ് ബൈ റൂട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്യൂ 377. ഇതാണ് നമ്മളുടെ യൂണിറ്റ് വെക്ടർ. അപ്പൊ മറക്കരുത് കേട്ടാ. എന്തെങ്കിലും ഒരു വെക്ടർ ആയിക്കോട്ടെ, അത് എന്താ പറയുക സി വെക്ടർ ആയിക്കോട്ടെ, അതിന്റെ കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടർ എങ്ങനെയാക്കുന്നത്? സി വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് സി വെക്ടർ ആയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അതിന്റെ ബി പാർട്ടിലേക്ക് പോയാലോ? ഷോ ദാറ്റ് ഈ രണ്ട് പ്രൂവ് ദാറ്റ് ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെന്ന് കാണിക്കണം അല്ലെ. രണ്ട് പേര് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബി വെക്ടർ ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ എ ഡോട്ട് ബി 0 ആണെന്ന് നോക്കിയാൽ പോരെ. അപ്പൊ കാര്യം കഴിഞ്ഞില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെ നമ്മൾ എ ഡോട്ട് ബി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആ ഐ കമ്പോണന്റുകൾ മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. അപ്പൊ 3 × 2 6 മൈനസ് ജെയിന്റെ ഒരെണ്ണം മൈനസും ജെയിന്റെ ഒരെണ്ണം മൈനസും അതേപോലെ തന്നെ ഇപ്പുറത്തെ ജെ രണ്ടുമാണ്. അപ്പൊ -2 പ്ലസ് അടുത്തത് 2 × -2 എന്ന് പറഞ്ഞാൽ അത് -4 അല്ലേ. ഇത് നോക്കിയേ 6 -2 -4 അല്ലേ. 6 ന്ന് 2 പോയി കഴിഞ്ഞാൽ 4, 4 ന്ന് 4 പോയി കഴിഞ്ഞാൽ 0. കണ്ട എ ഡോട്ട് ബി 0 അല്ലേ. അപ്പൊ എ ഡോട്ട് ബി 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ വെക്ടർ ആൻഡ് ബി വെക്ടർ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. നമുക്ക് അല്ലെ 7th വണ്ണിന്റെ ക്വസ്റ്റ്യൻ അല്ലേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി സച്ച് ദാറ്റ് ഇവര് രണ്ടുപേരും പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്താണ്? 0 ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ പി അല്ല വന്നിക്കുന്നത്. അതായത് പി ഐ ക്യാപ്പ് പ്ലസ് 2j പ്ലസ് 3k ഉണ്ട്. അതേപോലെ തന്നെ -i പ്ലസ് 3j മൈനസ് 4k. ഇവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആവുന്നല്ലേ. അപ്പൊ p × -1 മൈനസ് പി പ്ലസ് 3 × 2 6 പിന്നെ അതുപോലെ -12 ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം 0 ആണ്. എന്ന് പറഞ്ഞാൽ ഈ പീനെ ഞാൻ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊടുത്തു. സോ പി ഈക്വൽ ടു 6 - 12 അല്ലേ വരിക. എന്ന് പറഞ്ഞാൽ അത് എത്രയാ? -6 അല്ലേ. അപ്പൊ നമുക്ക് പിന്റെ വാല്യൂ എത്ര കിട്ടി? -6 കിട്ടി. നോക്കാലോ. ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ പ്ലസ് ബി. അപ്പൊ നമ്മൾ ആദ്യം എ പ്ലസ് ബി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ചുമ്മാ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ രണ്ട് വെക്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ. അപ്പൊ എന്താ വരാ? 2 + 2 ജസ്റ്റ് ആഡ് ചെയ്യൂ. 2i + 2i എന്താ വരാ? 4i. അതേപോലെ 2 + 1 അപ്പൊ 3j. പിന്നെ -5 + 3 -5 + 3 എന്താ വരുന്നത്? -2 അല്ലേ. എന്ന് പറഞ്ഞാൽ -2k. യൂണിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ എന്താ വേണ്ടത്? എ വെക്ടർ പ്ലസ് ബി വെക്ടർ എഴുതാ ഡിവൈഡഡ് ബൈ അവരുടെ മോഡുലസ് ചെയ്യാ. ശരിയല്ലേ. അപ്പൊ നമുക്കത് യൂണിറ്റ് വെക്ടർ ആയില്ലേ. എന്ന് പറഞ്ഞാൽ 4i പ്ലസ് 3j -2k ഡിവൈഡഡ് ബൈ അതിന്റെ മോഡുലസ്. അപ്പൊ ഞാൻ ഡയറക്റ്റ് ചെയ്യണത് 4 × 4ന്റെ സ്ക്വയർ 16 ആണ്. 3ന്റെ സ്ക്വയർ 9 ആണ്. -2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് 4 തന്നെയാണ് അല്ലെ. അപ്പൊ അതെന്ന് പറയുന്നത് 4i പ്ലസ് 3j -2k ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 16 4 20 29 29 ഇത്രയും ചെയ്താൽ മതി കേട്ടോ. ഇത് പ്രോബ്ലത്തിലേക്ക് പോയാലോ. ഫൈൻഡ് ദ മൊമെന്റ് അബൌട്ട് ദ പോയിന്റ്. ഒരു പോയിന്റ് തന്നിട്ടുണ്ട് ഓഫ് എ ഫോഴ്സ്. ഫോഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. എന്താ ഫോഴ്സ് തന്നിരിക്കുന്നത്? എഫ് എന്ന് പറയുന്നത് 4i - 3k ആണ് തന്നേക്കണേ. ജെ അവിടെ ഇല്ല കേട്ടാ. അപ്പൊ ജെ എന്തെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ 0 ഇട്ട് കൊടുക്കണേ. ആക്ടിങ് ത്രൂ ദ പോയിന്റ്. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം തന്നെ അതിന്റെ ആർ വെക്ടർ കണ്ടുപിടിക്കണം അല്ലെ. ആർ വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കുക? ആർ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫൈനലിൽ നിന്ന് ഇനീഷ്യൽ മൈനസ് ചെയ്ത് കളഞ്ഞാൽ പോരെ. എന്ന് പറഞ്ഞാൽ ഏതാ? ഗോയിങ് ത്രൂ ദ പോയിന്റ്. ഈ രണ്ട് പോയിന്റുകളല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അത് വെച്ച് സോൾവ് ചെയ്താൽ മതി. അതായത് ആ രണ്ടാമത്തേന്ന് അതായത് 2i -2j പ്ലസ് 5k ഒരെണ്ണല്ലേ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തേക്കാ? ഇപ്പത്തത് മൈനസ് ചെയ്ത് കളയാ. അപ്പോ എന്ന് പറഞ്ഞാൽ അത് എന്താ വരുന്നത്? -i -3j പ്ലസ് k മൈനസ് ചെയ്ത് നോക്കിയേ. 2 ന്ന് 1 പോയി കഴിഞ്ഞാൽ എന്താ? 1 -2 -3 അപ്പൊ 3 ന്ന് 2 പോയി കഴിഞ്ഞാൽ അത് എന്താ വരാക്കണ്ട? -2 -3 അല്ലേ. അപ്പൊ 3 ന്ന് 2 പോയി കഴിഞ്ഞാൽ അത് 1 ആണ്. അപ്പൊ j. അതുപോലെ 5 - 1 പ്ലസ് 4k. ശരിയായില്ലേ. ഇനി നമുക്ക് മൊമെന്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്? മൊമെന്റ് വെക്ടർ കേട്ടാ.
മൊമെന്റിന്റെ വെക്ടർ വരുമ്പോ നമ്മൾ അതിന്റെ ക്രോസ് അല്ല ചെയ്യാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ക്രോസ് എഫ് അല്ലേ അത് ചെയ്യാറ്. അന്ന് പറഞ്ഞാൽ എന്താ വരാ ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐ എഴുതാ, ജെ എഴുതാ, കെ എഴുതാ. ആറിന്റെ കമ്പോണൻസ് ആരൊക്കെയാ 1 1 4 അല്ലെ. ഇനി ഫോഴ്സിന്റെ ആണെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിന് ആകെ 4, പിന്നെ ജെ ഇല്ലാത്തതുകൊണ്ട് 0, പിന്നെ -3 അല്ലേ. അപ്പൊ ഇത് ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ. ദിസ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എന്താ വരാ -3 വരും. അതേപോലെ മൈനസ് ജെ ഇൻറ്റു എന്തെന്നാ -3 -16 വരും. അതേപോലെ അടുത്തത് പ്ലസ് കെ ഇൻറ്റു എന്തെന്നാ 0 -4 അപ്പൊ -4 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു -3 ഐ ക്യാപ്പ് 16 3 19 അല്ലേ. ഈ മൈനസ് കൂടി ചേർന്നാൽ പോസിറ്റീവ് ആയി. പോസിറ്റീവ് 19 ജെ പിന്നെ -4k. ഇത് നമുക്ക് 4k. ഇത് നമുക്ക് മൊമെന്റിന്റെ വെക്ടർ ആണ്. ഇനി നമുക്ക് അതിന്റെ മോഡുലസ്, അതായത് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താക്കുക ഈ പറഞ്ഞ സാധനത്തിന്റെ അതായത് മോഡുലസ് ഓഫ് ആർ ക്രോസ് എഫ് ചെയ്യാം അല്ലെ. ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -3ന്റെ സ്ക്വയർ എത്രയാ 9. അതേപോലെ 19ന്റെ സ്ക്വയർ എടുക്കുക. പിന്നെ അതേപോലെ തന്നെ -4ന്റെ സ്ക്വയർ 16 എടുക്കുക. ഓക്കെ, അപ്പൊ 361 ആണ് കേട്ടോ 19ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 361. അപ്പൊ എല്ലാം കൂടി സോൾവ് ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത് 386. നമുക്ക് എട്ടാമത്തെ എവിടേക്ക് ബി ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലെ. ഇഫ് ദ പൊസിഷൻ വെക്ടർ ഓഫ് എ തന്നിട്ടുണ്ട്, പൊസിഷൻ വെക്ടർ ഓഫ് ബി തന്നിട്ടുണ്ട് എങ്കിൽ എ ബി കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത് നമ്മളോട്. എ ബി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, നമ്മള് ആ ബിയിൽ നിന്ന് എ അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പൊ എ ബി വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, ബിയിൽ നിന്ന് എ മൈനസ് ചെയ്യൂ. അപ്പൊ എന്താ വരിക മൈനസ് ഐ ക്യാപ്പ് -3j പ്ലസ് 3k ആണ് നമ്മുടെ ബി എന്ന് പറയുന്നത്. അതിൽ നിന്ന് എ മൈനസ് ചെയ്തേ 2i -j -k മൈനസ് ചെയ്യാ എന്ന് പറഞ്ഞാൽ -1 -2 -3i. അതേപോലെ -3 ഈ മൈനസും ഈ മൈനസ് പ്ലസ് ആയില്ലേ. അപ്പൊ -3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അത് -2j ആയില്ലേ. അടുത്തത് 3 -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലസ് ആയി. അപ്പൊ പ്ലസ് 4k. ഇതാണ് നമ്മളുടെ എ ബി വെക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാലോ. അടുത്ത ഇന്റഗ്രേഷൻ ആണ് അല്ലെ. 9ാമത്തെ ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 - tan സ്ക്വയർ എക്സ് എന്നല്ല കിടക്കണേ. നോക്കി ഇവിടെ ആരുടെയെങ്കിലും ഡെറിവേറ്റീവ് എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ? ടാൻ സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ് അല്ലേ. അപ്പൊ ടാനിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ടാൻ എന്ന് പറയുന്ന ആൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ അത് വിചാരിച്ചിട്ട് പുട്ട് ടാൻ എക്സ് ഈക്വൽ ടു യു എന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു എന്ന് കൊടുത്തു. അപ്പൊ എനിക്ക് ഡി യുവിന് പകരം ഇനി എന്ത് കൊടുക്കാം, സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് കൊടുക്കാം. ഇതല്ലേ അത് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സിന് പകരം ഡി യു എന്നിട്ട് കൊടുത്തു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 - ടാൻ എക്സിനാണ് യു എന്ന് കൊടുത്തത് അല്ലെ. അപ്പൊ ടാൻ സ്ക്വയർ വരുമ്പോഴോ അത് യു സ്ക്വയർ ആയില്ലേ. ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഇന്റഗ്രൽ 1/√1 - യു സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ വരാത്, പഠിച്ചിട്ടുണ്ടല്ലേ, ഡയറക്റ്റ് പഠിക്കാനുണ്ട്. എന്തത് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് യു പ്ലസ് സി ആണ്. ദിസ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് യുവിനെ തിരിച്ചിടാൻ നമുക്ക് എന്താ കിട്ടുന്നത്, ടാൻ എക്സ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് പ്ലസ് സി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്തൊന്ന് നോക്കിയേ, ഇന്റഗ്രല് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഒരു പോളിനോമിയൽ പോലത്തെ സാധനമല്ലേ. വെറുതെ കഷ്ടപ്പെട്ടിട്ട് മറ്റേ പ്രൊഡക്റ്റുകളൊന്നും അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട കേട്ടാ. ഒന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. ഇതിനെനിക്ക് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2x പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു 2 ആക്കി കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായി മാറി, ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് എക്സ് എന്താ 3x പ്ലസ് 2 ഇനി സുഖയില്ലേ, നമുക്ക് അതിന് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എന്താ വരാ, എക്സ് സ്ക്വയറിന്റെ എന്താ വരാ x³ വരും അല്ലെ. അതേപോലെ 3 ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ എന്താ x² 2 വരുന്നു. പിന്നെ 2ന്റെ ഇന്റഗ്രൽ എന്താ 2 ഇൻറ്റു ഇന്റഗ്രൽ 1 അല്ല വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ 2x അല്ലേ. പിന്നെ നമ്മളുടെ കോൺസ്റ്റന്റ് കഴിഞ്ഞ പരിപാടി ഇത്രേ ഉള്ളൂ. അപ്പൊ x³ ഡിവൈഡഡ് ബൈ 3 പ്ലസ് 3x² 2 പ്ലസ് 2x ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ കൊടുത്തേക്കണേ, 0 തൊട്ട് 4 വരെ എക്സ് ഇൻറ്റു റൂട്ട് x² പ്ലസ് 9 അല്ലേ തന്നേക്കണേ. ഇവിടെ നോക്കിയാൽ ആരുടെങ്കിലും ഡെറിവേറ്റീവ് അവിടെ കിടക്കുന്നുണ്ടോന്ന്, ഉണ്ട് അല്ലെ. x² ഡെറിവേറ്റീവ് 2x, അതില് 2ന്റെ കുറവുണ്ട് ശരിയല്ലേ.
പക്ഷേ അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 9 എടുക്കുകയാണെങ്കിലോ 9 ഒരു കോൺസ്റ്റന്റ് ആകാൻ അതിന്റെ ഡെറിവേറ്റീവ് 0 ആണ് അല്ലെ. അപ്പൊ ഈ യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 9 കൊടുക്കുവാണെങ്കിൽ ഡി യു എന്ന് പറയുന്നത് 2x dx അല്ലേ. ആ നമുക്ക് ഇവിടെ ആകെ എക്സും ഡി എക്സ് മാത്രമുള്ള 2 എക്സ്ട്രാ ഉള്ള ആളാണ് അല്ലെ. അപ്പൊ അയാളെ ഞാൻ താഴ്ത്തിക്ക് എടുത്തു. ഡി യു ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടി? എക്സ് ഡി എക്സ് കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ലിമിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് ആ എക്സിന്റെ വേരിയേഷൻ അല്ലേ 0 തൊട്ട് 4 വരെ തന്നേക്കണേ. അപ്പൊ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ യു എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്? 0 സ്ക്വയർ പ്ലസ് 9 അല്ലേ എന്ന് പറഞ്ഞാൽ 9 അല്ലേ. അപ്പൊ എക്സ് ഈക്വൽ ടു 0 അല്ലേ. അപ്പൊ ഇന്റഗ്രൽ ചേഞ്ച് ആയി. 0ക്ക് പകരം ഇനി എന്ത് ചെയ്താൽ നമുക്ക് 9 എഴുതാം. അടുത്തത് എക്സ് ഈക്വൽ ടു 4 കൊടുക്കൂ. എന്താ സംഭവിക്കുക? യു എന്ന് പറയുന്നത് എന്താ കിട്ടുക? 4ന്റെ സ്ക്വയർ 9 അല്ലെ. 4ന്റെ സ്ക്വയർ 16. 16 പ്ലസ് 9 25. അപ്പൊ നമുക്ക് 25 അതിലെ ലിമിറ്റ് ചേഞ്ച് ആയിട്ട് ഇനി റൂട്ടിന്റെ ഉള്ളിൽ എടുക്കണ ഈ സാധനത്തിന് പകരം എനിക്ക് റൂട്ട് യു ഇട്ടാ പോരെ. കാരണം എക്സ് സ്ക്വയർ പ്ലസ് 9 ഞാൻ യു എന്നാ വിളിച്ചിട്ടുണ്ടായി. പിന്നെ അതേപോലെ ഈ എക്സ് ഡി എക്സിന് പകരം എനിക്ക് ഫുൾ ആയിട്ട് എന്ത് വിളിക്കാം? ഡി യു ഡിവൈഡഡ് ബൈ 2 എന്ന് വിളിക്കാം. ആ 1/2 ഞാൻ ദേ പുറത്തേക്ക് എടുത്തു. ഇനി അടുത്തത് ഇന്റഗ്രൽ ചെയ്ത് കഴിയുമ്പോൾ എന്താ വരാ? യുവിന്റെ പവർ ഈ റൂട്ട് എന്ന് വെച്ചാൽ എന്നിട്ട് അർത്ഥം റൂട്ട് എന്ന് പറഞ്ഞാൽ പവർ 1/2 അല്ലേ എന്ന് പറഞ്ഞാൽ യു റൈസ് ടു 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1 അതിലെ ലിമിറ്റ് ഫ്രം 9 തൊട്ട് 25 വരെ. പിന്നെ നമ്മുടെ പ്ലസ് സിയും കൂടി എഴുതാം. അപ്പൊ അടുത്ത എന്താ? നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ ഇതൊക്കെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം അല്ലെ. അപ്പൊ യു റൈസ് ടു 1/2 പ്ലസ് 1 എന്താ? യു റൈസ് ടു 3/2 ഡിവൈഡഡ് ബൈ ഇതെന്താ വരാ? 3/2 വരും അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1/2 ഇൻറ്റു 2/3 എന്നാക്കിക്കൂടെ. പിന്നെ യു റൈസ് ടു 3/2 റൈസ് ടു സോറി ഫ്രം എവിടെ തൊട്ട് എവിടെ വരെ ലിമിറ്റ് വന്നിരിക്കുന്നത്? 9 തൊട്ട് 25 വരെ. 2ഉം 2 ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് 1/3 കിട്ടി. ആദ്യം അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കൂ. 25 അല്ലെ. അപ്പൊ 25 റൈസ് ടു 3/2 ഒരെണ്ണം വരും അല്ലെ. ഇനി അടുത്ത എന്താ എടുക്കണത്? ഇതേപോലെ ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക. -9 റൈസ് ടു 3/2 ശരിയല്ലേ. അപ്പൊ നമ്മളെ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ നിവൃത്തിയില്ലെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. അല്ലാത്ത പക്ഷം നോക്കാട്ടാ. 1/3 എഴുതി. ഈ ഇവിടെ 3/2 അല്ലേ. 3 എന്ന് പറഞ്ഞത് 25 ക്യൂബ് എന്നുള്ള കൺസെപ്റ്റാ. പക്ഷെ ബൈ 2 എടുക്കുന്ന എന്താ? 1/2 അല്ലേ. എന്നാ റൂട്ട് അല്ലേ അത്. എന്ന് പറഞ്ഞാൽ 25ന്റെ റൂട്ട് എത്രയാ? 5 അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ 1/2 ഇട്ട് കൊടുത്ത് ബാക്കി അപ്പൊ 3 ആയില്ലേ. 5ന്റെ ക്യൂബ് ആയില്ലേ. നമുക്കത് മൈനസ് അതേപോലെ തന്നെ ചെയ്യും. 3/2 അല്ലേ. 3നെ അവിടെ നിർത്ത്. 9 റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ അത് എന്താ അർത്ഥം? റൂട്ട് 9 അല്ലേ. എന്ന് പറഞ്ഞാൽ 3 അല്ലേ. ബാക്കി ആ ക്യൂബ് അതുപോലെ തന്നെ നമ്മൾ എഴുതാട്ടാ. അപ്പൊ 5 ക്യൂബ് മൈനസ് 3 ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആണ് നമുക്ക് കിട്ടിയില്ലേ. 5 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 125 ആണ്. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് 98 ഡിവൈഡഡ് ബൈ 3 എന്ന ആൻസർ കിട്ടും കേട്ടാ. അത് നോക്കിയേ. രണ്ട് ഫംഗ്ഷൻ ഇൻഡു ചെയ്യുന്നതല്ലേ. നോക്കിയ എക്സ് സ്ക്വയർ ഇൻഡു ലോഗ് എക്സ് എന്ന് പറയുന്നത് ഡി എക്സ്. അപ്പൊ ഇവിടെ നോക്കൂ. നമ്മളുടെ ഫസ്റ്റ് ഫംഗ്ഷനിന്റെ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷന്റെ ഇക്വേഷൻ വേണ്ടേ. അതിന് ഐ ലേറ്റ് റൂള് പ്രകാരം ആരാ ഫംഗ്ഷൻ ഫസ്റ്റ് ആരാ വേണ്ട? ലോഗരിതമിക് ഫംഗ്ഷൻ ആണ് ഫസ്റ്റ്, ഓൾജിബ്രയാണ് സെക്കൻഡ്. എങ്കിൽ നമ്മുടെ ലോഗ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടും എക്സ് സ്ക്വയറിനെ നമ്മള് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ടും വിചാരിക്കുക. ശരിയായില്ലേ. ഇനി നമുക്ക് ഡെഫിനിഷൻ അപ്ലൈ ചെയ്താൽ മതിയല്ലോ. എന്തായിരുന്നു? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. എന്താ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ്? 1/x അല്ലേ. പിന്നെ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇത് രണ്ട് ഇൻഡു ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താ? ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്നിട്ടാ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആണ്. അതേപോലെ മൈനസ് ഇവിടെ വരുമ്പോ എന്താ വരിക? ഇന്റഗ്രല് 1/x വരും. എക്സ് സ്ക്വയറിന്റെ വന്നിട്ട് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 വരും അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓരോ എക്സ് കട്ട് ചെയ്ത് കളയാലോ. അപ്പോ ഡി എക്സ് എന്ന് പറയുമ്പോ എന്തായി മാറി? ലോഗ് എക്സും വരും. പിന്നെ എക്സ് ക്യൂബ് ബൈ 3 വന്നു. ആ 1/3 ഞാൻ പുറത്തേക്ക് എടുത്തു. പിന്നെ ബാക്കി അവിടെ ആരോ ഉള്ള എക്സ് സ്ക്വയർ അല്ലേ. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്നിട്ട് വരാ? എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 അല്ലേ. സോൾവ് ചെയ്ത് കൊടുക്കൂ. ലോഗ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് ക്യൂബ് ബൈ 9 കിട്ടി. ശരിയായില്ലേ. അപ്പൊ ഇതാണ് നമ്മളുടെ ഇതിന്റെ ഇന്റഗ്രേഷൻ. പിന്നെ പ്ലസ് സി ഇടാൻ മറക്കരുത് കേട്ടോ.
ഇന്റഗ്രൽ ലോഗ് എക്സ് അല്ലേ, ഇന്റഗ്രൽ ലോഗ് നമ്മൾ തന്നെ ഡയറക്റ്റ് പഠിച്ചിട്ടില്ല അല്ലെ. അപ്പൊ ഇവിടെ ചെയ്യേണ്ട പരിപാടി ഇങ്ങനെയാണ്, ഇന്റഗ്രൽ 1 to 2 ലോഗ് എക്സിനെ നമ്മൾ ചെയ്യാൻ പോണത് ഇങ്ങനെയാണ്, ഡി എക്സ് എന്ന് പറയുന്നത് ചെയ്യാൻ പോണത് ഇങ്ങനെയാണ്, ഇന്റഗ്രല് ലോഗ് എക്സ് ഇൻറ്റു 1 ആക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് ഫംഗ്ഷനെ ലോഗ് എക്സ് ആയിട്ടും സെക്കൻഡ് ഫംഗ്ഷനെ 1 ആയിട്ടും വിചാരിച്ചിട്ട് നമ്മൾ ഇത് ഇപ്പൊ ചെയ്ത രീതിയിൽ അതേപോലെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ എന്താ വരാ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1 dx മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്താ 1/x, പിന്നെ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1 പിന്നെ ഡി എക്സ്, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഉള്ള ഇന്റഗ്രേഷന്റെ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോഗ് എക്സ് ഇൻറ്റു എക്സ് അല്ലേ അത്, മൈനസ് ഇവിടെ എന്താ വരിക, ഇന്റഗ്രൽ 1/x വരും, ഇന്റഗ്രൽ 1 എന്ന് പറയുന്നത് എക്സും ഡി എക്സും വരും അല്ലെ. ഇതൊന്ന് നോക്കൂ, കട്ട് ചെയ്തൂടെ, അപ്പൊ ഇന്റഗ്രൽ 1 ആയില്ലേ, ദിസ് ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു എക്സ്, അല്ലാണ്ട് ഈ എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് സ്ക്വയർ ആക്കി വെച്ചേക്കരുത് കേട്ടാ, മൈനസ് എന്താ ഇന്റഗ്രൽ 1 എന്താ വരുന്നത്, എക്സ് ആണ് വരുന്നത്. അപ്പൊ എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ്, അതാണ് നമ്മളുടെ ലോഗ് എക്സിന്റെ ഇന്റഗ്രേഷൻ. ഇനി നമുക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കണം അല്ലെ, ഏതൊക്കെയാ 1ഉം 2ഉം അല്ലെ. അപ്പൊ ആദ്യം നമുക്കൊന്ന് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കാലോ, എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോഗ് 2 ഇൻറ്റു 2, അപ്പൊ ഞാൻ ഈ 2 ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് എടുക്കാട്ടെ, ഇനി തെറ്റി പോവത്. അപ്പൊ 2 ലോഗ് 2 മൈനസ് 2 അല്ല, അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോ കിട്ടുന്നത് മൈനസ് ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കൂ, 1 അല്ല വരുന്നത്, 1 ഇൻറ്റു ലോഗ് 1 മൈനസ് 1 ശരിയല്ലേ. അതിൽ ലോഗ് 1 സീറോ അല്ല, അപ്പൊ ആ ടേം ഫുൾ ആയിട്ട് സീറോ ആയി പോയി. അപ്പൊ 2 ലോഗ് 2 മൈനസ് 2 ഉണ്ട്, പിന്നെ ഈ നെഗറ്റീവും ചേർന്ന് പോസിറ്റീവ് 1 ആയി മാറും. ദിസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, 2 ലോഗ് 2 മൈനസ് 2 പ്ലസ് 1 എത്രയാ, മൈനസ് 1. അപ്പൊ 2 ലോഗ് 2 മൈനസ് 1 ആണ് അതിന്റെ ആൻസർ. പോവാലോ, ബി. ആ ക്വസ്റ്റ്യൻ നോക്കിയേ, കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ പോലെയല്ലേ, അതിന്റെ ഇക്വേഷൻ എന്താ, കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് വൈയും കൊടുക്കുക, അതേപോലെ തന്നെ മൈനസ് സൈൻ എക്സ് മൈനസ് വൈ കൊടുക്കുക. അപ്പൊ അവിടെ നോക്കിയേ, എക്സിന് പകരം നിങ്ങൾ 4x ഉപയോഗിക്കൂ, വൈക്ക് പകരം 2x ഉപയോഗിക്കൂ, സോൾവ് ചെയ്യൂ. അപ്പൊ ഇതിന് പകരം എനിക്ക് എന്ത് എഴുതാം, ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രല് 1/2 സൈൻ എക്സ് പ്ലസ് വൈ അല്ലേ, എന്ന് വെച്ചാൽ 4 2 6 അല്ലെ, അപ്പൊ 6x വരും. അതേപോലെ മൈനസ് സൈൻ മൈനസ് ചെയ്യൂ, 4ന്ന് 2 പോയാൽ എത്രയാ 2 അല്ലെ, 2x dx. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സുഖമാണ് അല്ലെ, ആ 1/2 പുറത്തെടുത്തോളൂ. സൈൻ 6x എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റഗ്രൽ എന്താ, മൈനസ് കോസ് 6x, തീർന്നിട്ടില്ല, 6xന്റെ ഡെറിവേറ്റീവ് 6 വെച്ച് ഡിവൈഡ് ചെയ്യാം. അതേപോലെ അടുത്തത് മൈനസ് സൈൻ 2x അല്ലേ, സൈൻ 2x എന്താ, മൈനസ് കോസ് 2x തീർന്നിട്ടില്ല, ഡിവൈഡഡ് ബൈ എന്തും കൂടി ചെയ്തേക്കാം, 2xന്റെ ഡെറിവേറ്റീവ് 2 കൂടി ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ. ഇത് വേണമെങ്കിൽ ഈ നെഗറ്റീവ് ഒക്കെ ഒന്ന് ഭംഗിയാക്കി എഴുതി കഴിഞ്ഞാൽ എന്താ കിട്ടും നമുക്ക്, 1/2 ഇൻറ്റു മൈനസ് കോസ് 6x ഡിവൈഡഡ് ബൈ 6 പ്ലസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 കിട്ടുന്നു, പ്ലസ് സി എഴുതുന്നു. ഇതാണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് ഇതൊക്കെ ഇന്റഗ്രേഷൻ തന്നെ കേട്ടാ, പക്ഷെ ഇതേ മോഡൽ നമ്മൾ തൊട്ട് മുന്നത്തേലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ സെയിം പാറ്റേൺ വരുന്നുണ്ട്, അത് കണ്ടിട്ട് മറക്കണ്ട കേട്ടാ. അപ്പൊ അടുത്തത് നമുക്ക് നോക്കിയാൽ ഇന്റഗ്രൽ കോസ് സ്ക്വയർ 2x dx അല്ലെ, കോസ് സ്ക്വയർ വന്നാൽ ഏത് ഇക്വേഷനിലേക്ക് പോകണമെന്നാ പറഞ്ഞിട്ടുള്ളത്, അതായത് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, കോസ് 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ആണ്. ഇതേപോലെ സൈൻ സ്ക്വയറും വരാൻ ചാൻസ് ഉണ്ട് കേട്ടാ. അപ്പൊ നോക്ക്, പക്ഷെ ഈ കോസ് സ്ക്വയർ തന്നെയായിരുന്നു തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പൊ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 അല്ലേ, അവിടെ നിന്ന് കോസ് സ്ക്വയർ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, 1 പ്ലസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അത് കോസ് സ്ക്വയർ എക്സ് അല്ലേ. പക്ഷെ ഇവിടെ ആവശ്യം എന്താ, കോസ് സ്ക്വയർ 2x ആണ് അല്ലെ. ഇവിടെ എക്സ് വന്നപ്പോ ഓൾറെഡി ഇവിടെ 2x വരണം, അപ്പൊ 2x വരുമ്പോൾ ഇവിടെ എന്ത് വരും, 4x വരും അല്ലെ. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ നമ്മൾ ഇതിനെ മാറ്റി എഴുതാം, ദിസ് ഇസ് ഇന്റഗ്രൽ 1 പ്ലസ് എന്താ കോസ് 4x ഡിവൈഡഡ് ബൈ 2 കൊടുക്കുക, 1/2 അങ്ങോട്ട് പുറത്തേക്ക് എടുത്തോളൂ. എന്നിട്ട് ഇന്റഗ്രൽ 1 പ്ലസ് കോസ് 4x അല്ലെ, എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യൂ, 1/2 ഇൻറ്റു 1ന്റെ ഇന്റഗ്രൽ എന്താ, എക്സ്, സൈൻ 4x കോസ് 4xന്റെ ഇന്റഗ്രൽ എന്താ, സൈൻ 4x അല്ലെ, എന്ന് പറഞ്ഞാൽ സൈൻ 4x തീർന്നിട്ടില്ല, 4xന്റെ ഡെറിവേറ്റീവ് 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ നമ്മള് പ്ലസ് സിയും കൂടി എഴുതാം.
അതിന്റെ തന്നെ ബി പാർട്ടിലേക്ക് പോയാലോ ഇന്റഗ്രല് 1 to 2 ഉണ്ട് 2x+1 ഡിവൈഡഡ് ബൈ x² + x+1 ഈസിയാണ് കാരണം എന്താ നോക്കിയ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് മുകളിൽ കിടക്കുന്നില്ലേ x² ഡെറിവേറ്റീവ് 2x എക്സിന്റെ ഡെറിവേറ്റീവ് 1 1ന്റെ ഡെറിവേറ്റീവ് 0 ശരിയായില്ലേ അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പുട്ട് u ഈക്വൽ ടു അപ്പൊ നോക്കിയ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് കുറെ ഉണ്ട് കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നന്നായിട്ട് തറവായിട്ട് പഠിച്ചു വെച്ചേക്കാം അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ താഴത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മുകളിൽ ഉണ്ടോ എന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടാ അപ്പൊ x² + x+1 എന്ത് ഇട്ട് കൊടുക്കുക നമ്മള് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കൂ എങ്കിൽ du എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2x+1 dx അല്ലേ ഇത് നമ്മളുടെ ന്യൂമറേറ്റർ അല്ലേ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അപ്പൊ നമുക്കിത് സെയിം നമ്മളുടെ സംഭവം തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിനിയൊക്കെ കൊടുക്കാലോ തിരിച്ച് അപ്പൊ നമുക്ക് അതിനെ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടാ എക്സിന്റെ വാല്യൂ 1ഉം 2 അല്ലേ എക്സിന്റെ വാല്യൂ 1 വരുമ്പോ അതുപോലെ എക്സിന്റെ വാല്യൂ 2 വരുമ്പോഴും യുവിന് എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവുന്നത് യു എന്ന് പറയുന്നത് എന്താ യു എന്ന് പറയുന്നത് 1ന്റെ സ്ക്വയർ 1+1 അപ്പൊ 3 അല്ലേ കിട്ടുന്നത് 1+1+1 അതേപോലെ എക്സ് ഈക്വൽ 2 കൊടുക്കൂ 2 കൊടുത്ത് എന്താ ഉണ്ടാവുക 2ന്റെ സ്ക്വയർ 4 4ഉം 2ഉം 6 6ഉം 1ഉം 7 അല്ലേ വരാൻ പോണേ അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ ഫുൾ ആയിട്ട് ചേഞ്ച് ആയി എന്താ അത് ഇന്റഗ്രല് 2 തൊട്ട് 7 വരെ 2x+1 dxന് പകരം 2x+1 dxന് പകരം എന്തിട്ട് കൊടുക്കാം du ഇട്ട് കൊടുക്കാം അല്ലെ du ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എടുക്കുന്ന സാധനം എന്ന് പറയുന്നത് u അല്ലേ ഇതെന്ന് പറഞ്ഞ ഇന്റഗ്രൽ 1/u du അല്ലേ എന്ന് പറഞ്ഞാൽ അത് ലോഗ് യു അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി നമ്മുടെ ലിമിറ്റ് ഇവിടെ 3 ആയിരുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 3 അപ്പൊ ലോഗ് യു ആയില്ലേ എന്ന് പറഞ്ഞാൽ 3 തൊട്ട് 7 വരെ അല്ലേ എന്ന് പറഞ്ഞാൽ അത് എന്താ ലോഗ് 7 മൈനസ് ലോഗ് 3 അല്ലേ ഇത് ഓക്കെ ആണ് ഇനി അതല്ലാത്ത പക്ഷെ ഒരു പ്രോപ്പർട്ടിയാണ് ലോഗിന്റെ കേട്ടാ ലോഗ് ഇതിനെനിക്ക് 7/3 ഏതാ പ്രോപ്പർട്ടി പറയുന്നത് ഇങ്ങനെയാണ് ലോഗ് ഓഫ് x/y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ ആണ് അപ്പൊ ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് അത് എഴുതിയത് കേട്ടാ അപ്പൊ നമ്മൾ ഈ ഡെഫിനിഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത് ലോഗ് 7 മൈനസ് ലോഗ് 3നെ ലോഗ് ഓഫ് 7/3 എന്ന് എഴുതിയത് അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത് find the area bounded by the portion of the parabola y square equal to 4x xന്റെ വേരിയേഷൻ അല്ല തന്നേക്കണം സുഖല്ലേ അപ്പൊ എന്ത് ചെയ്താൽ മതി y square equal to 4x അല്ലേ നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ y equal to √4x അല്ലേ അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കാരണം എക്സിനാണ് വേരിയേഷൻ ഉള്ളത് അപ്പൊ എക്സിന്റെ വേരിയേഷൻ 0 തൊട്ട് 4 അല്ലേ y dx അല്ലേ കാരണം എന്താ y dx എഴുതിയാലാണ് yക്ക് പകരം എനിക്ക് എന്ത് എഴുതാൻ പറ്റുന്നത് √4x എഴുതാൻ പറ്റുന്നത് കാരണം yക്ക് പകരം എഴുതുമ്പോഴാണ് നമുക്ക് അത് കണ്ട അപ്പൊ നോക്കിയാൽ ഇവിടെ കിടക്കുന്നതും എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറെന്റ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതും വിത്ത് റെസ്പെക്ട് dx മീൻ എക്സ് ശരിയായില്ലേ ഇനി √4 എന്ന് പറഞ്ഞാൽ എത്ര 2 അല്ല 2 ഞാൻ ഇവിടെ പുറത്തേക്ക് എടുത്തു കേട്ടാ ഇന്റഗ്രൽ 0 തൊട്ട് 4 വരെ √x dx എന്ന് പറഞ്ഞാൽ എന്താ 2 ഇൻറ്റു x⁻1/2 + 1 കാരണം റൂട്ട് എന്ന് പറഞ്ഞാൽ 1/2 ആണല്ലോ 1/2 + 1 പിന്നെ ഫ്രം 0 തൊട്ട് 4 വരെ അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താ 2 x⁻3/2 വരും താഴത്തോ 3/2 വരും ഫ്രം 0 തൊട്ട് 4 വരെ എനിക്ക് ആ 3/2നെ 2 ഇൻറ്റു 2/3 നോക്കി കൂടെ പിന്നെ x⁻2 എന്തുണ്ട് അല്ല x⁻3/2 ഉണ്ട് ഫ്രം 0 തൊട്ട് 4 ഉണ്ട് അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കാം അപ്പൊ 4/3 ഇൻറ്റു അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുത്താൽ എന്താ വരിക 4⁻3/2 ലോവർ ലിമിറ്റ് ഇട്ട് കൊടുത്താൽ 0 ശരിയല്ലേ എന്ന് പറഞ്ഞാൽ 4/3 അല്ലെ ഇവിടെ നോക്കിയേ 3/2 അല്ലേ 3/2 3 എന്ന് പറയുന്നത് പവർ എടുക്കലും 1/2 അല്ല എടുക്കുന്ന 3/2 അല്ലേ അപ്പൊ 1/2 അല്ലേ പവർ എന്ന് പറഞ്ഞാൽ റൂട്ട് ആയില്ല അപ്പൊ 4ന്റെ റൂട്ട് എത്രയാ 2 2ന്റെ ക്യൂബ് അല്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് എഴുതാം 4/3 ഇൻറ്റു 8 എന്ന് എഴുതി കൂടെ അപ്പൊ 32/3 സ്ക്വയർ ഏരിയ ആയ കാരണം സ്ക്വയർ യൂണിറ്റ് എന്ന് എഴുതാട്ടാ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ സോൾവ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വൈന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ അപ്പൊ dy ഈസ് ഈക്വൽ ടു e⁻3x+y എനിക്ക് എങ്ങനെ എഴുതാം e⁻3x ഇൻറ്റു e⁻y എന്ന് എഴുതി കൂടെ കാരണം ഇൻറ്റു ചെയ്യുമ്പോഴല്ലേ പവറുകൾ നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പൊ dx അല്ലേ എക്സിന്റെ ആൾ അവിടെ തന്നെ നിർത്താം വൈന്റെ ആൾ അപ്പുറത്തോട്ട് കൊടുക്കൂ അപ്പൊ എന്താ വരാ dy ഡിവൈഡഡ് ബൈ e⁻y ഈക്വൽ ടു e⁻3x ഇൻറ്റു dx പക്ഷെ 1/e⁻y
y എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? e റൈസ് ടു മൈനസ് y dy എന്നും e റൈസ് ടു 3x dx എന്നും എഴുതാം. ശരിയായില്ലേ? എനിക്ക് രണ്ട് സൈഡും ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാലോ ഈ സംഭവത്തിന്. അപ്പൊ എന്താ കിട്ടുക? e റൈസ് ടു മൈനസ് y ബൈ മൈനസ് 1 എന്നും അപ്പുറത്തോ e റൈസ് ടു 3x ഡിവൈഡഡ് ബൈ 3x എന്ന് എഴുതിക്കൂടെ? 3 എന്ന് എഴുതിക്കൂടെ? പ്ലസ് e ആയില്ലേ? ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഭംഗിയാക്കി എടുക്കാന്ന് പറയുമ്പോ മൈനസ് e റൈസ് ടു മൈനസ് y ഈക്വൽ ടു e റൈസ് ടു 3x ബൈ 3 പ്ലസ് ഈ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പോയാലോ? 14ാമത്തെ ക്വസ്റ്റ്യൻ. സോൾവ് dy ബൈ dx പ്ലസ് 2y tan y. ഇത് ഏതാ ഫോമാറ്റ് എന്ന് അറിയാലോ? dy ബൈ dx p ഇൻറ്റു y പോലെയല്ലേ? വേർ p എന്ന് പറയുന്നത് നമ്മൾ ഈ 2 എന്ന് പറയുന്ന ആളെയും tan x ഒരുമിച്ച് എടുക്കണം കേട്ടോ. ഞാൻ ഒന്ന് വെറുതെ ഒന്ന് അറേഞ്ച് ചെയ്യാണ് അതിനെ. dy ബൈ dx പ്ലസ് 2 tan x ഇൻറ്റു y ഈക്വൽ ടു സൈൻ എക്സ് ആയില്ലേ? അപ്പൊ നോക്കിയാൽ നമ്മുടെ മറ്റേ ഇക്വേഷൻ ആയില്ലേ? പിക്ക് പകരം ഇതും ക്യൂക്ക് പകരം ഇത് അല്ലെ? ഇതെങ്ങനെയാ? ആദ്യം ഇന്റഗ്രേറ്റീവ് ഫാക്ടർ അല്ലെ കണ്ടുപിടിക്കേണ്ടത്? ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഈക്വൽ ടു ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് വേണം അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ സൈഡ് ആയിട്ട് ഒന്ന് ഇന്റഗ്രൽ പി ഡി എക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാ. എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ പി എന്താ? 2 tan x അല്ലെ? 2 tan x dx ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഇന്റഗ്രൽ tan x എന്താന്ന് ഓർമ്മയുണ്ടാ? ഇന്റഗ്രൽ tan x എന്ന് പറയുന്നത് നമുക്ക് ലോഗ് മോഡ് സീക്സ്, അതായത് ലോഗ് സീക്സ് കേട്ടാ. ലോഗ് സീക്സ് ആണ് നമ്മുടെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഇവിടെ എടുക്കാം. അത് കാണാണ്ട് പഠിക്കണം കേട്ടോ. ഇന്റഗ്രൽ tan x എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡയറക്റ്റ് ചെയ്യാനുണ്ടായി. നമ്മൾ എന്നിട്ട് അതിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തത്. അപ്പൊ ഇതെന്തായി മാറി? ഇപ്പോ ഇ റൈസ് ടു, ഇതിനൊന്നും കൂടി ഭംഗിയാക്കുകയാണെങ്കിൽ ഇതെനിക്ക് ലോഗ് സൈൻ എക്സ് റൈസ് ടു സീക്ക് എക്സ് റൈസ് ടു 2 എന്നാക്കിക്കൂടെ. കാരണം ഇത് n ലോഗ് എക്സ് പോലെ എടുക്കണേ. അതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലോഗ് എക്സ് റൈസ് ടു n ആയിരുന്നു അല്ലെ? അപ്പൊ ഞാൻ ആ സീക്ക് എക്സിന്റെ പവർ കൊടുത്തതാണ് കണ്ടത്. അപ്പൊ ഇത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ് എന്തായി മാറി നമുക്ക്? ലോഗ് സീക്ക് സ്ക്വയർ എക്സ്. ശരിയല്ലേ? ലോഗും സീക്കും ക്യാൻസൽ, ലോഗും ഇയും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്താ കിട്ടാ? പിന്നെ സീക്ക് സ്ക്വയർ എക്സ് അല്ലേ? അപ്പൊ അത് കിട്ടിയില്ല ഇന്റഗ്രേറ്റീവ് ഫാക്ടർ. ഇനി സൊല്യൂഷൻ എന്താ? y ഇൻറ്റു ഇന്റഗ്രേറ്റീവ് ഫാക്ടർ. അപ്പൊ y ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഈ സീക്ക് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് അല്ലെ? അതില് ഈ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 ബൈ കോസ് എക്സ് അല്ലെ? അപ്പൊ നമുക്ക് അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കാലോ അതിന്. അത് ഇട്ട് കൊടുക്കുമ്പോ നമ്മൾ എന്താ കിട്ടുക? ഈ സീക്ക് സ്ക്വയർ എക്സിനെ ഞാൻ ഇങ്ങനെ ആക്കാണ് കേട്ടാ. സൈൻ എക്സ് ആ പുറത്ത് കൊടുക്കുന്ന സൈൻ എക്സിനെ ഞാൻ ഇവിടെ എഴുതിയതാണ്. ബൈ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താണ്? കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ വീണ്ടും ഇങ്ങനെ എഴുതിക്കൂടെ? സൈൻ എക്സ് ബൈ കോസ് എക്സ്, സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നോ. പിന്നെ ഒരാൾ കോസും കൂടി ബാക്കിയില്ലേ? അതിന് എനിക്ക് 1 ബൈ കോസ് എക്സ് ഡി എക്സ് എന്നാക്കിക്കൂടെ? അതില് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്തെന്നാ? അതെന്ന് പറയുന്നത് ടാൻ എക്സ് അല്ലെ? ഇനി 1 ബൈ കോസ് എക്സോ സീക്ക് എക്സ് അല്ലെ? അപ്പൊ സുഖായി. ഇന്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് എന്തെന്നാ? അത് സീക്ക് എക്സ് പ്ലസ് സി ആണ്. ശരിയല്ലേ? സീക്ക് എക്സ് പ്ലസ് സി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തെഴുതാ? y ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? സീക്ക് എക്സ് പ്ലസ് സി എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാ അല്ലെ? സോൾവ് ചെയ്യാൻ തന്നെയല്ലേ പറഞ്ഞേക്കണേ? dy ബൈ dx ഈക്വൽ ടു 2 എന്നല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ dy ബൈ dx ഈക്വൽ ടു 2 ആണെങ്കിൽ എനിക്ക് അതിനെ dy ഈക്വൽ ടു 2 ഇൻറ്റു dx എന്ന് എഴുതി കൂടെ? സുഖം അല്ലേ? ഇനി നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. dy ഇവിടെ y ആയില്ലേ? ഈക്വൽ ടു 2നെ ഞാൻ അവിടെ എടുത്തു. ഇന്റഗ്രൽ 1 എന്ന് പറയുന്നത് x, അപ്പൊ 2x പ്ലസ് സി. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് y ഈക്വൽ ടു 2x പ്ലസ് സി ആണ്. നമ്മളുടെ 2023 പാർട്ട് സി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.